എല്ലാവർക്കും നമസ്കാരം. ബയോകെമിസ്ട്രിയിലെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2018 ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും അതിനുശേഷമുള്ള വിവിധ സെമസ്റ്റർ എക്സാമിനേഷനുകൾക്കും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചോദിച്ച ഒരു ഇയറാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് 3 മാർക്കിനായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇത് 5 മാർക്കിനും കണ്ടുവരുന്നുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ നടത്തുന്ന സമയത്ത് അവിടെ GRBS ലെവൽ 60-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന സാഹചര്യം ഏതൊക്കെ ഘട്ടങ്ങളിൽ ഉണ്ടാവാം എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ടേം അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് എ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിക് മെലിറ്റസ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാത്രം ഇതൊരു കോംപ്ലിക്കേഷനായിട്ട് നിലനിൽക്കുന്നത്? നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുകയും ലിവറിൽ ഒരു പോക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. അസ്യൂം ചെയ്യണം അത്. ലിവറിൽ ഒരു പോക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഏകദേശം 500 ഗ്രാമോളം ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് ഇത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം ആഹാരം കഴിക്കുന്നില്ല, ഒരു 2 നേരം ആഹാരം കഴിക്കുന്നില്ല. ഡയബറ്റിക് അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒരു ഭാഗം ഗ്ലൂക്കോസായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യുകയും രക്തത്തിൽ എത്തിച്ചേരുകയും അതിലൂടെ എനർജി കണ്ടെത്തുകയും ചെയ്യും. ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും പ്രത്യേകിച്ചും രാത്രി കാലയളവിൽ ഇത്തരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈക്കോജൻ ഫോമാറ്റിലുള്ള പോക്കറ്റുകൾ യൂട്ടിലൈസ് ചെയ്ത് തീർന്നു പോകും. എന്ന് പറയുമ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ലിവറിലെ ഗ്ലൈക്കോജൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്, അത് കാലിയാണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അവർ ഏത് സ്റ്റേജിലേക്ക് പോകും? ഹൈപ്പോഗ്ലൈസിമിയയിലേക്ക് പോകും. അപ്പോൾ ടിപ്പിക്കലായിട്ട് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓവർ ഡോസ് ഓഫ് OH, അതേപോലെ തന്നെ ഇൻസുലിൻ കൂടുതലായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് എടുക്കുമ്പോൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് എല്ലാം സെല്ലിലേക്ക് കയറപ്പെടുകയും സെല്ലിൽ വെച്ച് അത് എനർജിയായിട്ടും മറ്റു ഫോമാറ്റിലേക്കും കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ എന്ന് പറയാനുള്ള കാരണം ഇത്തരത്തിൽ ലിവറിൽ സ്റ്റോറേജ് ആയ ഒരു പേഷ്യൻ്റ് നൈറ്റ് ടൈമിൽ ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസിമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അറിയാതെ പോവുകയും ബ്രെയിനിലേക്കുള്ള ഈ പറയുന്ന ഗ്ലൂക്കോസിൻ്റെ അഭാവം എന്ന് പറയുന്നത് മോർ ദാൻ 1 അവർ അല്ലെങ്കിൽ 60 മിനിറ്റ് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രെയിൻ ഡാമേജിലേക്ക്, പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളത് വളരെ എന്താ പറയുക, ശ്രദ്ധിക്കാതെ പോകാവുന്ന ഒരു സാഹചര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് കൃത്യമായിട്ടും വേണ്ടത്. ഇത് കഴിഞ്ഞതിനൊക്കെ ശേഷം നിങ്ങൾ പേഷ്യൻ്റ് കെയറിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനി എന്താണ് ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റം? അത് ഓർക്കാൻ വേണ്ടി കൂൾ CSF എന്ന് ആലോചിച്ചാൽ മതി. കൂൾ എന്ന് പറയുമ്പോൾ കൂൾ എക്സ്ട്രിമിറ്റീസ് ആണ്. C എന്ന് പറയുമ്പോൾ കൺഫ്യൂഷനാണ്. S എന്ന് പറയുമ്പോൾ സ്വെറ്റിംഗ് ആണ്. F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറ്റീഗ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യങ്ങളും കൃത്യമായിട്ടും ഒരു അലാമിംഗ് സിംറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്ലക്ഷൻ തരുന്ന പേഷ്യൻ്റെ ഭാഗത്ത് നിന്നൊരു ഒരു നിലവിളി പോലോ അല്ലെങ്കിൽ വെപ്രാളം പോലോ ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചർ സോണും എന്ന് പറയുന്നത്. ഒരു പേഷ്യൻ്റ് ഡിസ്നിക്കാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയും. പേഷ്യൻ്റ് റെസ്റ്റ്ലെസ് ആവും, പേഷ്യൻ്റ് ഉണരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതനുസരിച്ച് പേഷ്യൻ്റ് ഡൗണായി താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താണ് ഡയഗ്നോസിസ്? GRBS എസ്റ്റിമേഷൻ ആണ്. നമുക്ക് ആ സമയത്ത് രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ച് RBS നോക്കുന്നു. അത് 60-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിൽ നമുക്ക് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാം. പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്. ചില സമയത്ത് ക്ഷീണമുണ്ട്, വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, ഉമിനീര് വിഴുങ്ങുന്നുണ്ട്. ആ സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഓറൽ ഗ്ലൂക്കോസ് കൊടുക്കാം. നമ്മുടെ നാട്ടിൻപുറം പ്രദേശങ്ങളിൽ ഇത്തരത്തിലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പഞ്ചസാരയാണ് വായിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? അപ്പോൾ അത് പോസിബിളായിട്ടുള്ള ഒരു വെർഷനാണ്. പക്ഷേ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലൊരു അറ്റംപ്റ്റ് ശ്രമിക്കരുത്. അത് ആസ്പിറേറ്റ് ചെയ്യപ്പെടുകയും അത് ഇതിലധികം കോംപ്ലിക്കേഷൻ, ന്യൂമോണിയ പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ദെൻ രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം? മാനേജ് ചെയ്യാൻ പറ്റുന്ന IV മെഡിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തേണ്ടത് അവർക്കൊരു IV ലൈൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം വളരെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഡയബറ്റിക് പേഷ്യൻസ് പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു IV ലൈൻ കണ്ടെത്തി ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. കൂൾ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ കൂളായിട്ടുള്ള ഒരു എക്സ്ട്രിമിറ്റീസ് വന്നു കഴിഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ വരികയും വെയിൻ കിട്ടാൻ അല്ലെ വെയിൻ ഡയലേറ്റ് ചെയ്ത് വരാൻ തന്നെ സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് വളരെ ഈസി ആയിട്ട് ഒരു അക്സസ് കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ഒരു IV ലൈൻ അത്തരത്തിലുള്ള പേഷ്യൻ്റ് നമ്മുടെ യൂണിറ്റിലുണ്ടെങ്കിൽ അവർക്ക് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നത്. അത് IV 25% ഡെസ്ട്രോസ് അതേപോലെ തന്നെ 50% ഡെസ്ട്രോസ് ഈ 2 ഓപ്ഷനാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 25% ഡെസ്ട്രോസ് കൊടുത്തതിന് ശേഷം നമ്മൾ മോണിറ്റർ ചെയ്യും. പേഷ്യൻ്റ് ഉണർന്നു വരുന്നുണ്ട്. വീണ്ടും GRBs ചെക്ക് ചെയ്യും. അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് പിന്നെ ഓറലി എന്ത് കൊടുക്കാം അത് കൊടുത്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വീണ്ടും ഇത് റിവേർട്ട് ചെയ്യപ്പെടും. ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് പോകും. അപ്പോൾ അത് വീണ്ടും നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള മാനേജ്മെൻറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഓക്കെ. താങ്ക് യു.